ഹായ് എവരിവൺ, മൈൻഡ്സ്റ്റാക്ക് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അസിൻക്രണസ് പ്രോഗ്രാമിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അസിൻക്രണസ് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് സിൻക്രണസ് പ്രോഗ്രാമിംഗ് എന്ന് അറിയണം. അതായത് നമ്മളൊരു 5 ലൈൻ ഓഫ് കോഡ് എഴുതി കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് സിൻക്രണസ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ലൈൻ റൺ ചെയ്യും. ഫസ്റ്റ് ലൈൻ റൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലൈൻ റൺ ചെയ്യും. അങ്ങനെയാണ് ടോപ്പ് ടു ബോട്ടായിട്ടാണ് അറ്റ് എ ടൈം 1 എന്നുള്ള രീതിയിലാണ് റൺ ചെയ്യുക. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമതും മൂന്നാമതുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇൻസ്ട്രക്ഷൻസ് ഒരു 2 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡോ എടുക്കുന്ന ഒരു CPU ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ, ഒരു ടാസ്ക് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, നാലാമതും അഞ്ചാമതുള്ള ടാസ്ക് എന്ത് ചെയ്യണം, അത് ഫുള്ള് വെയിറ്റ് ചെയ്യണം. അത് തീരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഇൻസ്ട്രക്ഷൻസ് റൺ ആകുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ബ്ലോക്ക് ചെയ്യാണ്, നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റിനെ ഇത് ബ്ലോക്ക് ചെയ്യാണ് അത്രയും നേരത്തേക്ക്. അപ്പോൾ അസിൻക്രണസ് പ്രോഗ്രാമിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലായിട്ട് എന്ത് ചെയ്യും, ഒന്ന് കൂടുതൽ ടാസ്ക് ചെയ്യും. സിൻക്രണസ് ആയിട്ട് എന്ത് ചെയ്യും, ടാസ്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ പെർഫോമൻസ് കൂടാതെ നമുക്ക് എന്ത് ചെയ്യും, സഹായിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 3 ഫംഗ്ഷൻ എഴുതുകയാണ്. ഫംഗ്ഷൻ എ console.log ഫംഗ്ഷൻ എ ആൻഡ് ഇത് സെയിം കാര്യം ആദ്യം കോപ്പിയാണ്. ഓക്കെ, ബി സി എന്നിട്ട് ഇതിൽ ഞാൻ ഓർഡറിൽ തന്നെ വിളിക്കുകയാണ്. ബി സി. ഇനി ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഇങ്ങനെ നോഡ് ഡേ 7 എന്ന് പറഞ്ഞ് ഇങ്ങനെ റൺ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, കറക്റ്റ് ഓർഡറിലാണ് റൺ ചെയ്യുന്നത്. ആദ്യം എ റൺ ചെയ്തു, എ എന്ന് വിളിച്ചു, അപ്പോൾ ഇങ്ങോട്ടേക്ക് പോയി കൺസോൾ ചെയ്തു. ബി എന്ന് വിളിച്ചപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോയി കൺസോൾ ചെയ്തു. സി എന്ന് വിളിച്ചപ്പോൾ ഇത് കൺസോൾ ചെയ്തു. ഓർഡറിലാണിത് റൺ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു രീതിയിൽ നമുക്കിത് റൺ ചെയ്യാം. അതായത് നമുക്ക് ഡീബഗ് ചെയ്യാം. ചില സമയത്ത് വലിയ കോഡൊക്കെ ആകുന്ന സമയത്ത് ഡീബഗ് ഒക്കെ ചെയ്യാൻ, എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡീബഗ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഡീബഗ് മോഡിലിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റൺ ആൻഡ് ഡീബഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിവിടെ കുറച്ച് ബ്രേക്ക് പോയിൻറ്റ്സ് കൊടുക്കാം. ബ്രേക്ക് പോയിൻറ്റ്സ് കൊടുക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ കറക്റ്റ് ഫ്ലോ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്തു, എയിൻ്റെ അകത്തേക്ക് പോയി. അതായത് ഇതൊക്കെ ഡെഫിനേഷൻസ് ആണ്. ഇതൊക്കെ ആദ്യം ജസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ വരും. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഡെഫിനേഷനാണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യും. ഫംഗ്ഷൻ ഡെഫിനേഷനാണ്. ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെയാണ് ആക്ച്വലി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കാണുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ കോൾ നടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, എയിൻ്റെ അകത്തേക്ക് ഫസ്റ്റ് വന്നു. ഇവിടെ നമ്മളിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ F9 അല്ലെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, അതായത് എഫിൻ്റെ ഉള്ളിൽ എയിൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പോയി console.logലെത്തി. അപ്പോൾ നമ്മൾ ടെർമിനലിൻ്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, ഡീബഗ് കൺസോൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എന്തെങ്കിലും കൺസോൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഐ ആം ഫംഗ്ഷൻ എ. എന്നിട്ട് എന്ത് ചെയ്തു, നേരെ ബിയിലേക്ക് പോയി, ബി കൺസോൾ ചെയ്തു. എന്നിട്ട് സി വിളിച്ചു, സി കൺസോൾ ചെയ്തു. ഇങ്ങനെയാണ് കറക്റ്റ് ഫ്ലോ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ടെർമിനൽ വെച്ച് വിളിച്ചു, നമ്മൾ കൺസോളും ചെയ്തു. ഇനി നമുക്കിങ്ങനെ അസിൻക്രണസ് പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഡിലേ കൊടുക്കുകയാണ്. സെറ്റ് ടൈം ഔട്ട്. സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ വെബ് API പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇവിടെ നമ്മൾ ടൈം കൊടുക്കുകയാണ്, എത്ര മാത്രം ഡിലേ വേണം. അതായത് നമ്മളിവിടെ 1000 കൊടുത്തു കഴിഞ്ഞാൽ മില്ലി സെക്കൻഡിലാണ് ഇത് കണക്കാക്കുന്നത്. 1000 മില്ലി സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് 1 സെക്കൻഡ്. അതായത് 1 സെക്കൻഡ് ഇത് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യൂ. ഓക്കെ, console.log ഐ ആം ഫംഗ്ഷൻ ബി എന്ന് കൊടുത്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെയും കൂടെ ഒരു ബ്രേക്ക് പോയിന്റ് കൊടുത്തു. ഫസ്റ്റ് തന്നെ എ വിളിച്ചു. എ വിളിച്ചിട്ട് എന്ത് ചെയ്തു, ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പോയി കൺസോൾ ചെയ്തു. ബി വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ബീൻ്റെ ഉള്ളിലേക്ക് പോയി സെറ്റ് ടൈം ഔട്ടിലേക്ക് പോയി. സെറ്റ് ടൈം ഔട്ടിലേക്ക് പോയ സമയത്ത് എന്ത് ചെയ്തു, അവിടെ 1 സെക്കൻഡ് എടുക്കുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, നെക്സ്റ്റ് ടാസ്കിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, സി കൺസോൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ ഐ ആം എ ഫംഗ്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തു.
അപ്പോൾ ഇത് ഓർഡറിലല്ല പ്രിൻറ്റ് ചെയ്തത്. ആദ്യം എ പ്രിൻറ്റ് ചെയ്തു, പിന്നെ സി പ്രിൻറ്റ് ചെയ്തു, ബി പ്രിൻറ്റ് ചെയ്തു. ഇതാണ് അസിൻക്രണസ് പ്രോഗ്രാമിങ്ങിൻ്റെ ഗുണം. അതായത് നമുക്ക് എന്തെങ്കിലും സി പി ഇൻറ്റൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സിങ്ക്രണസ് ആയിട്ടുള്ള മറ്റ് പ്രോഗ്രാംസ് എന്ത് ചെയ്യും, റൺ ആവും. അപ്പോൾ ഇതെങ്ങനെ അസിൻക്രണസ് പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നത് നമ്മൾ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഇമേജ് ഷെയർ ചെയ്യാം. ആക്ച്വലി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു എഞ്ചിൻ ഉണ്ട്. ആ എഞ്ചിനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നോട്ട്.js വെച്ച് റൺ ചെയ്യുന്ന സമയത്തായിരുന്നാലും ബ്രൗസർ ഫയർഫോക്സോ ക്രോമോ വെച്ച് റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഉണ്ട്. ആ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ വെച്ചിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനിൽ രണ്ട് ഘടകമാണുള്ളത്, രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് ഹീപ്പ്, ഒന്ന് കോൾ സ്റ്റാക്ക്. ഹീപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേരിയബിൾസ് ഒക്കെ ഡിഫൈൻ ചെയ്യുമല്ലോ, വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യാൻ ഡിഫൈൻ ചെയ്യാനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള വേരിയബിൾസിനെ മെമ്മറിയിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഹീപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോൾ സ്റ്റാക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ലഭിക്കുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവാലുവേഷനോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആദ്യം അത് കോൾ സ്റ്റാക്കിൻ്റെ ഉള്ളിലാണ് പോകുക. കോൾ സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫോ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റായിട്ട് വരുന്ന ഏതാണോ അത് ഫസ്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഇതാ ഒരു 3 ഫംഗ്ഷൻ കോൾ ചെയ്യാന്ന് ചോദിച്ചോ, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ഫംഗ്ഷനെ വിളിക്കുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ ഫംഗ്ഷനെ വിളിക്കുന്നു. അപ്പോൾ ആദ്യം ഏതാണ് റൺ ചെയ്യുക, മൂന്നാമത്തെ ഫംഗ്ഷൻ റൺ ചെയ്യും. അതിനുശേഷം രണ്ടാമത്തെ ഫംഗ്ഷൻ റൺ ചെയ്യും, പിന്നെ ഒന്നാമത്തെ ഫംഗ്ഷൻ റൺ ചെയ്യും. ഇങ്ങനെയാണ് കോൾ സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ കുറച്ച് സൂം ചെയ്യാം. കോൾ സ്റ്റാക്ക് ഇതാണ് നമ്മുടെ പ്രോഗ്രാം. വെബ് എ പി എന്ന് പറയുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന് പുറത്തുള്ള ഒരു സംഭവമാണ്. അപ്പോൾ വെബ് എ പി മാനേജ് ചെയ്യുന്ന അത് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ സെറ്റ് ടൈം ഔട്ട്, സെറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഡിലേ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഓരോ സെക്കൻഡ് കഴിയുന്ന സമയത്തും എന്ത് ചെയ്യും, സെറ്റ് ഇൻ്റർവെല്ലിൽ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് അത് വർക്ക് ചെയ്യും. സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന സമയത്ത് ഒറ്റ ടൈം മാത്രമേ വർക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടൈം 1 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം സെറ്റ് ടൈം ഔട്ടിനുള്ളിൽ എന്താണുള്ളത് അത് റൺ ചെയ്യും. ഇങ്ങനെ കുറേ ഫംഗ്ഷൻസ് വെബ് എ പി തരുന്നുണ്ട്. അപ്പോൾ വെബ് എ പി റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അത് വെബ് എ പി ആണ് മാനേജ് ചെയ്യുക, കോൾ സ്റ്റാക്ക് ആയിരിക്കില്ല. അതിനുശേഷം വേറൊരു പാർട്ടാണ് ക്യൂ, ഇവൻ്റ് ലൂപ്പ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ഇതാണ് നമ്മൾ ഫംഗ്ഷൻ ഗ്രീറ്റ് ഉണ്ട്, ഫംഗ്ഷൻ റെസ്പോണ്ട് ഉണ്ട്. റെസ്പോണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ടൈം ഔട്ട് വിളിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഗ്രീറ്റിനെ വിളിക്കുന്നു, റെസ്പോണ്ടിനെ വിളിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുന്നു, ഗ്രീറ്റിലേക്ക് വരുന്ന സമയത്ത് അത് നേരെ കോൾ സ്റ്റാക്കിലേക്ക് കൊടുക്കും. കോൾ സ്റ്റാക്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനധികം ടൈമൊന്നും വേണ്ട, ജസ്റ്റ് അപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഹലോ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. ആ ഗ്രീൻ വൺസ് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോൾ സ്റ്റാക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് കളയും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഗ്രീറ്റ് എടുത്ത് കളഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് വിളിക്കുന്ന സമയത്ത് റെസ്പോണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ സ്റ്റാക്കിലേക്ക് വരും. അപ്പോൾ ഈ റെസ്പോണ്ട് ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ സെറ്റ് ടൈം ഔട്ടും കോൾ സ്റ്റാക്കിലേക്ക് പോകും. അപ്പോൾ രണ്ടെണ്ണം ഉള്ളത്, ഒന്ന് റെസ്പോണ്ട് ഉണ്ട്, പിന്നെ കോൾ സ്റ്റാക്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് വന്നത് ഏതാണ്, സെറ്റ് ടൈം ഔട്ടാണ്. അപ്പോൾ സെറ്റ് ടൈം ഔട്ട് ആദ്യം എടുക്കും. അപ്പോൾ സെറ്റ് ടൈം ഔട്ട് നോക്കുന്ന സമയത്ത് വെബ് ഐ പി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നേരെ വെബ് ഐ പിയിലേക്ക് കൈമാറും. അപ്പോൾ ഇതിൻ്റെ അത് നോക്കുന്ന സമയത്ത് 1 സെക്കൻഡ് ടൈമർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സെക്കൻഡ് വരെ എന്ത് ചെയ്യുന്നു, അത് വെബ് ഐ പിയിൽ എന്ത് ചെയ്യും, ജസ്റ്റ് കീപ്പ് ചെയ്യും. അതേ സമയത്ത് എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടേക്ക് വെബ് സ്റ്റാക്കിലേക്ക് ഈ സെറ്റ് ടൈം ഔട്ട് പോകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, റെസ്പോണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറും. അടുത്തെന്താ റെസ്പോണ്ട് മാത്രമാണുള്ളത്. റെസ്പോണ്ട് നോക്കുന്ന സമയത്ത് ഓക്കെ അത് കഴിഞ്ഞു, അത് വിളിച്ച് കഴിഞ്ഞു, കോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, റെസ്പോണ്ട് നമ്മൾ എന്ത് ചെയ്തു, കോൾ സ്റ്റാക്കിൻ്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞു. എന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നു, 1 സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഈ വെബ് എ പി എന്നുള്ള സെറ്റ് ടൈം ഔട്ട് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ഹേ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ക്യൂവിലേക്ക് വരുന്നു. ക്യൂ ആക്ച്വലി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഫിഫോ ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ഒരു 10 കാര്യം വരികയാണ്. ആദ്യം ഒന്ന് വന്നു, രണ്ടാമതൊന്ന് വന്നു, മൂന്നാമതൊന്ന് വന്നു. എടുക്കുന്ന സമയത്ത് ഏതാ എടുക്കുക, ഫസ്റ്റ് ഏതാണോ വന്നത് അതിനാണ് പ്രയോറിറ്റി. ഓക്കെ, ഇനി ഇവിടെ ഇവൻ്റ് ലൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. ഇവൻ്റ് ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾ സ്റ്റാക്ക് ആദ്യം ക്യൂവിൽ ചെക്ക് ചെയ്യും, ക്യൂവിൽ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഐറ്റംസ് ഉണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും, ഇവൻ്റ് ലൂപ്പ് കോൾ സ്റ്റാക്ക് ചെക്ക് ചെയ്യും. കോൾ സ്റ്റാക്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ ഫംഗ്ഷൻ കോളോ എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഒന്നുമില്ലെങ്കിൽ അത് എം ടി ആണെങ്കിൽ എന്ത് ചെയ്യും, ക്യൂവിലുള്ള ഫസ്റ്റ് എലമെൻറ്റിനെ നേരെ കോൾ സ്റ്റാക്കിലേക്ക് ഇടും. എന്നിട്ട് കോൾ സ്റ്റാക്കിൽ നിന്ന് എക്സിക്യൂട്ട് ആകും. കോൾ സ്റ്റാക്കിൽ നിന്നാണ് ആക്ച്വലി എന്ത് ചെയ്യുക, പ്രോഗ്രാംസ് റൺ ആകുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അസിൻക്രണസ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സെറ്റ് ടൈം ഔട്ടോ എന്തെങ്കിലും ഡിലേ ഉള്ള ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. കോൾ ബാക്ക് ഫങ്ഷൻസ്. എന്തിനാണ് കോൾ ബാക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ അസിൻക്രണസ് പ്രോഗ്രാമിങ്ങിൻ്റെ കേസിലേക്ക് പോകുന്ന സമയത്ത് അവിടെയാണ് ആക്ച്വലി നമ്മൾ കോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ആക്ച്വൽ
യൂസ് കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 3 ടാസ്ക് ചെയ്യണം. പക്ഷേ ഈ മൂന്നാമത്തെ ടാസ്ക്, ഈ 2 ടാസ്കും ഫസ്റ്റത്തുള്ള 2 ടാസ്കും കഴിഞ്ഞതിന് ശേഷം മാത്രമേ മൂന്നാമത്തെ ടാസ്ക് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കേസ് ചിലപ്പോൾ വരും. അങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഈ 2 ഫംഗ്ഷൻ റൺ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ഫംഗ്ഷനെ കോൾ ബാക്ക് ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് എൻഷുർ ചെയ്യുക അത് കോൾ ബാക്ക് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇത്രയും ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടൂ. അതാണ് ആക്ച്വലി ഇതിൻ്റെ യൂസ് കേസ്. അപ്പോൾ ഇതെങ്ങനെ കോൾ ബാക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്കറിയാം, ഫംഗ്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു, നമുക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. ഇപ്പോൾ 10 എന്ന് പറഞ്ഞിട്ടോ 20 എന്നൊക്കെ പറഞ്ഞിട്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷനെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യാം. ഈ ഫംഗ്ഷനെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നതിനാണ് കോൾ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്കുണ്ട്. എൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഫംഗ്ഷനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമുക്ക് എന്ത് പേരിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഇവിടെ വിളിക്കാം. ഞാൻ കോൾ ബാക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ കോൾ ബാക്ക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, ആദ്യം ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ് വിളിച്ചു, അതിനുശേഷം ഇതിൻ്റെ അകത്ത് കൊടുത്ത ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ് വിളിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, സി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ബാക്ക് ആയിട്ട് കൊടുത്തു. അപ്പോൾ കോൾ ബാക്ക് വർക്കായി. ഇനി നമുക്കൊരു സെറ്റ് ടൈം ഔട്ടിൻ്റെ കേസ് നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഡിലേ വരും. ഫംഗ്ഷൻ ബി, ഞാനിത് ഫുള്ള് ബ്രേക്ക് ചെയ്യാം. നമുക്ക് സെറ്റ് ടൈം ഔട്ട് കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെറ്റ് ടൈം ഔട്ട് എപ്പോൾ ഫിനിഷ് ആകുന്നോ അപ്പോൾ എനിക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിക്കണം. ഓക്കെ, കോൾ ബാക്ക് ഫംഗ്ഷൻ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അസിങ്ക്രണസ് ആയിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു അനോണിമസ് ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുകയാണ്. console.log completed load. ആൻഡ് ഇവിടെ ഞാൻ കോൾ ബാക്ക് വിളിക്കുകയാണ്. കോൾ ബാക്കിനെ ഇവിടെ വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ആദ്യം എന്ത് ചെയ്തു, ആദ്യം എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോഡിലേക്ക് ചെന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഓക്കെ എ ഈസ് നോട്ട് ഡിഫൈൻഡ്. ശരി, നമ്മളെ ഫംഗ്ഷൻ്റെ പേര് മാറിപ്പോയി. നമുക്കിനി നോക്കാം. അപ്പോൾ എയിനെ വിളിച്ച് എൻ്റെ ഉള്ളിൽ സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിലേക്ക് ആദ്യം പോയി. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, അടുത്ത ഫംഗ്ഷൻ ബി എന്നായിരുന്നു കൊടുക്കേണ്ടത്, സാരമില്ല, നമുക്ക് ആ ഫംഗ്ഷൻ ബിയിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, 1 സെക്കൻഡ് കഴിഞ്ഞ സമയത്ത് നമ്മളെ കോൾ ബാക്കിൻ്റെ ഉള്ളിലേക്ക് പോയി. ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ടാസ്ക് ചെയ്തതിന് ശേഷം ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ വിളിക്കണം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ആ ഒരു കേസിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കോൾ ബാക്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫംഗ്ഷൻ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞ ഇതാണ്. എന്നിട്ട് ഇവിടെ അതിൻ്റെ ഉള്ളിലൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെറ്റ് ടൈം ഔട്ട് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 1 millisecond. തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടാസ്ക് കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഇവിടെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ്
ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, സെക്കൻഡ് ടാസ്ക്, തേർഡ് ടാസ്ക്, 3 ടാസ്ക്. ഇവിടെ വരുന്ന സമയത്ത് ഒരു വേരിയബിൾ കൂടെ ഫസ്റ്റ് ഇവിടെ തേർഡ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഏതാണോ കിട്ടുന്നത് അതും കൂടെ ഞാനിവിടെ കൊടുക്കുകയാണ്. തേർഡ് ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, കോൾ ബാക്ക് വിളിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, റിസൾട്ട് 1 കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്താണ്, സെക്കൻഡ് ടാസ്കിനെ വിളിക്കുകയാണ്. സെക്കൻഡ് ടാസ്കിൻ്റെ ഉള്ളിൽ റിസൾട്ട് 1 ആദ്യം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അടുത്ത ഫംഗ്ഷൻ റിസൾട്ട് 2 അടുത്ത കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, തേർഡ് ടാസ്കിനെ വിളിച്ചു. റിസൾട്ട് 2 കിട്ടിയ റിസൾട്ട് 2ൻ്റെ അകത്തേക്ക് കൊടുത്തു. എന്നിട്ട് റിസൾട്ട് 3. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, console.log ടാസ്ക് കംപ്ലീറ്റഡ്. ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടാസ്ക് വർക്ക് ചെയ്തു, സെക്കൻഡ് ടാസ്ക് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ്. ഓക്കെ, അതായത് രണ്ടാമത് ഇങ്ങോട്ടേക്ക് ചെന്നു. അതിനുശേഷം എന്ത് ചെയ്തു, തേർഡ് ടാസ്ക് കംപ്ലീറ്റഡ് ഇതിൻ്റെ അകത്തേക്ക് ചെന്നു. ഓക്കെ, എന്നിട്ട് അവസാനം എന്ത് ചെയ്തു, ഓൾ ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. ആദ്യം ഫസ്റ്റ് ടാസ്കിലേക്ക് ചെന്നു. അതിനുശേഷം നേരെ എന്ത് ചെയ്തു, ഫസ്റ്റ് ടാസ്ക് വിളിച്ചു, അതിൻ്റെ ഉള്ളിലുള്ള സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. ഇനി വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്തു, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, കൺസോൾ ലോഗ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടാസ്ക് എന്ത് ചെയ്തു, കൺസോൾ ചെയ്തു. അതിനുശേഷം നേരെ എന്ത് ചെയ്തു, കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് ചെന്നു. കോൾ ബാക്ക് വിളിക്കുന്ന സമയത്ത് കോൾ ബാക്ക് ഫംഗ്ഷനായിട്ട് നമ്മളിവിടെ കൊടുത്ത സെക്കൻഡ് ടാസ്കിലേക്ക് ചെന്നു. സെക്കൻഡ് ടാസ്കിൻ്റെ ഉള്ളിൽ പോയി സെറ്റ് ടൈം ഔട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, console.logലേക്ക് ചെന്നു. കോൾ ബാക്കിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. കോൾ ബാക്ക് വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, അടുത്ത ഇവിടെ ഏതാണോ തേർഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കൊടുത്ത കോൾ ബാക്ക്, ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഉള്ളിൽ കോൾ ബാക്ക് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ കോൾ ബാക്കിനെ വീണ്ടും വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആർഗ്യുമെൻറ്റും കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ്. അതെന്ത് ചെയ്തു, റിസൾട്ട് 1 എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു അടുത്ത ടാസ്കിലേക്ക്. ഓക്കെ, ഇങ്ങനെയാണ് തേർഡ് ടാസ്ക് അതിൻ്റെ കോൾ ബാക്ക് വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, കൺസോള് പ്രിൻ്റായി. എങ്ങനെയാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് അപ്പോൾ അറിയാം. നമുക്ക് ഇതിനെയാണ് കോൾ ബാക്ക് ഹെല്ല് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കോൾ ബാക്ക് കൂടുന്നതിനനുസരിച്ച്, നമ്മൾ ഒന്ന് കൂടുതൽ കോൾ ബാക്ക് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇത് വളരെ കോംപ്ലക്സ് ആവും. അതിനെയാണ് കോൾ ബാക്ക് ഹെല്ല് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പ്രോഗ്രാം എഴുതുന്ന സമയത്ത് കോൾ ബാക്ക് ഹെല്ലില്ലാതെ എഴുതുക. ഇത് കോൾ ബാക്ക് കൂടുന്നതിനനുസരിച്ച് ഭയങ്കര കോംപ്ലക്സ് ആവും. നമുക്ക് വേറെ ആരെങ്കിലും നമ്മളെ പ്രോഗ്രാം നോക്കുന്ന സമയത്ത് നമുക്ക് അയാൾക്ക് മനസ്സിലായി ഇല്ല എന്ന് വരും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു കൺസെപ്റ്റ് വരുന്നത്, പ്രോമിസ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ ഓർഗനൈസ് ആയിട്ടുള്ള വേയിൽ നമുക്ക് എന്ത് ചെയ്യാം, അസിൻക്രണസ് പ്രോഗ്രാമിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോമിസ് വരുന്നത്. എങ്ങനെയാണ് പ്രോമിസ് വർക്ക് ചെയ്യുന്നത് നോക്കാം. എങ്ങനെ പ്രോമിസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ പ്രോമിസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രോമിസ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോമിസ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെറ്റ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് പ്രോമിസ്, ഞാനൊരു ഫസ്റ്റ് പ്രോമിസ് എഴുതുകയാണ്. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞൊരു വേരിയബിൾ വിളിച്ചു, കീവേഡ് വിളിച്ചു. ന്യൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്താ പറയുക, കൺസ്ട്രക്ടർ എന്താ പറയുക, ഒരു ക്ലാസ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്
ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂ എന്ന് പറഞ്ഞ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോമിസ് വിളിച്ചു. ഈ പ്രോമിസിൻ്റെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള സംഭവമുണ്ട്. ഒന്ന് റിസോൾവ്, രണ്ടാമത് റിജക്റ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രോമിസിൻ്റെ ഉള്ളത്. പ്രോമിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ജാവാ സ്ക്രിപ്റ്റ് കമ്പൈലറിന് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാണ്ട്, കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോട്ടിഫൈ ചെയ്യാം എന്നൊരു പ്രോമിസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം, പ്രോമിസ് വിളിക്കുന്ന സമയത്ത് കമ്പൈലർ ജസ്റ്റ് വെയിറ്റ് ചെയ്യും. പ്രോമിസ് കിട്ടുന്നവരെ ഒന്നുകിൽ റിസോൾവ് ചെയ്യും അവിടെ നിന്ന്, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അതായത് റിസോൾവ് റിജക്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോറി സ്പെല്ലിംഗ് തെറ്റാണ്, റിസോൾവ് റിജക്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പ്രോഗ്രാം ഫുള്ള് കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റിസോൾവ് വിളിക്കും. എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എററോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിജക്റ്റ് വിളിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് റിസോൾവ് റിജക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെറ്റ് ടൈം ഔട്ട് കൊടുത്തിട്ട്, അങ്ങനെ സെറ്റ് ടൈം ഔട്ട് കൊടുക്കുന്നത് വെച്ചാൽ കുറച്ച് ഡിലേ വരാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്ന് എന്താ കമ്പൈലറിനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ 1 സെക്കൻഡ് കൊടുത്തു. 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിസോൾവ് ചെയ്യാണ്. കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. എന്നിട്ട് ഞാൻ ഈ റിസോൾവിനെ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് ആ വേരിയബിൾ പ്രോമിസ് എവിടെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ റെഫറൻസ് വേരിയബിളിനെ നമ്മൾ ജസ്റ്റ് വിളിക്കാം. എന്നിട്ട് ഡോട്ട് ഇട്ടതിന് ശേഷം ദെൻ എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. ദെൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ റിസോൾവ് വിളിച്ച് കഴിഞ്ഞാൽ, റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ റിസോൾവിൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂസ് എന്ത് ചെയ്യും, തിരിച്ച് റിസോൾവ് ചെയ്തു, സക്സസ്ഫുള്ളി ആണ്. അതിനുശേഷം നമ്മൾ ചിലപ്പോൾ കുറച്ച് ഡാറ്റാസൊക്കെ എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ടേക്ക് അക്നോളജ് ആയിട്ട് അയക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ അയക്കും, ചിലപ്പോൾ അയക്കില്ല. ഓക്കെ, എന്ത് തന്നെ ഇരുന്നാലും റിസോൾവ് വിളിച്ച് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, ദെന്നിൻ്റെ ഉള്ളിലാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കുറച്ച് ഡാറ്റ വരുന്നുണ്ട്. ആ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് വേറൊരു സംഭവമുണ്ട്, ക്യാച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എററിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ERR കൊടുത്തു. ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗ്, ഇവിടെ എറർ പ്രിന്റ് ചെയ്യും. ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഡാറ്റ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇവിടെ സക്സസ് എന്നിവിടെ കൊടുക്കുകയാണ്, സക്സസ്, ഇവിടെ ഫെയിൽഡ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രോമിസ് എന്ന് പറഞ്ഞ് വിളിക്കും. എന്നിട്ട് പ്രോമിസിൻ്റെ ഉള്ളിൽ കയറി, എന്നിട്ട് ഇവിടെ എന്താണോ എക്സിക്യൂഷൻ കൊടുത്തിരിക്കുന്നത് അത് ചെയ്യും. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ആയിക്കാണ് റിസോൾവ് നമ്മൾ വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നേരെ ദെന്നിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ നമ്മളിവിടെ റിജക്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ നേരെ ക്യാച്ചിൻ്റെ ഉള്ളിലേക്കും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഫസ്റ്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്യും, ഇതാദ്യം ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് വിളിക്കുന്ന സമയത്ത്, റെഫറൻസ് വേരിയബിൾ വിളിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ചെക്ക് ചെയ്തു നോക്കുക. സെറ്റ് ടൈം ഔട്ട് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്രയും സമയം 1 സെക്കൻഡ് നേരം എന്ത് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അതേ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നു, ദെന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ റിസോൾവ് ആയി. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ ദെന്നിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. എന്നിട്ട് സക്സസ് കൺസോൾ ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ക്യാച്ച് നോക്കി, എറർ ഉണ്ടോ, റിസോൾവ് അല്ല, റിസോൾവ് ആണ് വിളിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു, ക്യാച്ചിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് വിളിച്ച് നോക്കിയാൽ എങ്ങനെയാണ് നോക്കാം. ഫെയിൽഡ് എന്ന് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, പ്രോമിസ് വിളിച്ചു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, റിജക്റ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്തു, ഈ ദെന്നിൻ്റെ ഉള്ളിൽ കയറിയില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇവിടെ നമ്മൾ റിജക്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ ദെന്നിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് എക്സിക്യൂട്ട് ആവില്ല, നേരെ എന്ത് ചെയ്യും, ക്യാച്ചിൻ്റെ ഉള്ളിലേക്കാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രോമിസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ പ്രോമിസസ് എങ്ങനെ മാനേജ് ചെയ്യാം, ഈ പ്രോമിസിനെ എങ്ങനെ ചെയിൻ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെയിൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ
ഓക്കെ, അതായത് എത്ര ദെന്ന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് പ്രോമിസ് എഴുതി, എന്നിട്ട് രണ്ടാമതൊരു ഫങ്ഷൻ എഴുതുകയാണ്. ഫങ്ഷൻ സെക്കൻഡ് ഫങ്ഷൻ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രോമിസ് എഴുതുകയാണ്. പ്രോമിസ് റിസോൾവ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ എഴുതാണ്. ന്യൂ എന്ന് പറഞ്ഞ കീബോർഡ് ഇവിടെ മിസ്സായി പോയി. ഓ, സിൻടാക്സ് മാറിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ റിസോൾവ് റിജക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു നമ്പർ കിട്ടും. അപ്പോൾ നമ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇഫ് നമ്പർ ലെസ് ദാൻ 10 then we have to resolve it. സക്സസ്. എന്നിട്ട് എൽസ് നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ഫെയിൽഡ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് വിളിക്കുകയാണ്. ആദ്യം ഫസ്റ്റ് പ്രോമിസിനെ വിളിച്ചു, അതിനുശേഷം then ഡാറ്റ ഇവിടെ നമുക്ക് കിട്ടുകയാണ്. ഡാറ്റ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് അതിന് റിട്ടേൺ ചെയ്യാം. സെക്കൻഡ് ഫംഗ്ഷൻ നമ്മൾ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യാണ്. സെക്കൻഡ് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഇവിടെ നമുക്ക് ഡാറ്റ കിട്ടി, ഫുള്ള് ഒബ്ജക്റ്റ് കിട്ടി. അതിൻ്റെ ഉള്ളിൽ ഡാറ്റ എന്ന് പറഞ്ഞ കീൻ്റെ ഉള്ളിലാണ് 5 എന്ന് പറഞ്ഞ നമ്പർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ഇതിൻ്റെ അകത്തേക്ക് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഒരു ദെന്ന് വിളിക്കുകയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. എന്നിട്ട് console.log completed all task completed എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അഥവാ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ എന്താ പറയുക, പ്രോമിസ് നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്തിരിക്കേണ്ടത്. അത് അപ്പോൾ ചെയിനിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. നമുക്കിങ്ങനെ എത്ര ഫങ്ഷൻസ് വേണമെങ്കിലും നമുക്കിങ്ങനെ കൊടുക്കാം, റിട്ടേൺ ചെയ്ത് അതിൻ്റെ ദെന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യും, അടുത്ത നമ്മൾ ദെന്നിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സാധനം ആദ്യം ഫസ്റ്റ് പ്രോമിസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, അതിൻ്റെ ഉള്ളിൽ ദെന്നിൽ കൊടുക്കുന്ന ഫങ്ഷൻസ് എന്ത് ചെയ്യൂ, വർക്ക് ചെയ്യൂ. അതിനുശേഷം മാത്രം എന്ത് ചെയ്യൂ, അടുത്ത ദെന്നിലുള്ള വർക്ക് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് അസിൻക്രണസ് പ്രോഗ്രാമിങ്ങിനെ മാനേജ് ചെയ്യാം. ഫസ്റ്റ് ദെന്നിൻ്റെ ഉള്ളിൽ വന്നു, അപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടി. ഓക്കെ, ഡാറ്റ കിട്ടി, അത് നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, 5 കിട്ടി ഇവിടെ. അപ്പോൾ നമ്മൾ ഡീബഗ് മോഡിൽ റൺ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസോൾ ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ മേലെ മൗസ് വെക്കുന്ന സമയത്ത് നമ്മിൻ്റെ ഉള്ളിൽ എത്ര വാല്യൂ ഉണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് നമ്മിൽ എത്രയാണ് വാല്യൂ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 5 ആണ്, അപ്പോൾ ലെസ് ദാൻ 10 ആണ്, അപ്പോൾ സക്സസ് ആയി. ഓക്കെ, അപ്പോൾ അടുത്ത ദെന്നിൻ്റെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് ഓൾ ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കൺസോൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു 10 കൊടുത്ത് നോക്കിയത്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം സെറ്റായി പോയിൻ്റെ ഉള്ളിൽ കയറി, ഫസ്റ്റ് ദെന്നിൻ്റെ ഉള്ളിൽ കയറി, ഡാറ്റ റിട്ടേൺ ചെയ്തു, എൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ പോയി. അപ്പോൾ എന്ത് ചെയ്തു, റിജക്റ്റിൻ്റെ ഉള്ളിൽ പോയി. നമ്മ എത്രയാണ്, ഇവിടെ 10 ആണ്, 10 ലെസ് ദാൻ 10 ആണോ, അല്ല. അപ്പോൾ എന്ത്, ഫെയിൽഡായി. എന്നിട്ട് നേരെ എന്ത് ചെയ്യാണ്, ക്യാച്ചിൻ്റെ ഉള്ളിൽ പോവുകയാണ്. ക്യാച്ചിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രിൻ്റ് ചെയ്യാണ് ഫെയിൽ ടു കംപ്ലീറ്റ് ടാസ്ക്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ചെയിനിങ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എത്ര ഫങ്ഷൻസ് വേണം ഇങ്ങനെ ചെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനാകെ 3 സ്റ്റേറ്റ്സ് ആണുള്ളത്, പെൻഡിങ്, ഫുൾഫിൽഡ്, റിജക്റ്റഡ്.
പ്രോമിസ് ആക്ച്വലി എൻ്റർ ചെയ്യുന്ന സമയത്ത്, പ്രോമിസ് തുടങ്ങുന്ന സമയത്ത് അത് പെൻഡിങ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. വൺസ് അത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾഫിൽഡായി, അല്ലെങ്കിൽ റിജക്റ്റഡ് ആയി. ഈ 3 സ്റ്റേറ്റാണ് പ്രോമിസിലുള്ളത്. ഇനി നമുക്ക് പ്രോമിസ് ഓൾ നോക്കി നോക്കാം. അതായത് മൾട്ടിപ്പിൾ പ്രോമിസ് വരുന്ന കേസാണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കിങ്ങനെ സെക്കൻഡ് പ്രോമിസ് 20, ഡാറ്റ 10 എന്ന് പറഞ്ഞു കൊടുത്തു, ഇവിടെ 20 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അങ്ങനെ ഈ 2 പ്രോമിസിനെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ നോക്കാം. പ്രോമിസ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ പ്രോമിസ് ഉണ്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് പ്രോമിസ്, സെക്കൻഡ് പ്രോമിസ്, എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ദെന്ന് കൊടുക്കാം. ദെന്ന് കൊടുത്തിട്ട് എന്താണോ കിട്ടുന്നത് അത് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് കംപ്ലീറ്റഡ്, അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കൺസോൾ കൂടി ഇട്ട് കൊടുക്കാം. ഡാറ്റേൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമുക്ക് ഡാറ്റാസ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ക്യാച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആക്ച്വലി എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോമിസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും ഒരുമിച്ച് മാനേജ് ചെയ്യാം. ഓക്കെ, ചില കേസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോമിസ് ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ട ഇത് വരും. അപ്പോൾ നമുക്ക് പ്രോമിസ് ഓൾ യൂസ് ചെയ്യാം. ഫസ്റ്റ് പ്രോമിസിൻ്റെ ഉള്ളിൽ ചെന്നു, സെക്കൻഡ് പ്രോമിസിൻ്റെ ഉള്ളിൽ ചെന്നു, ദെന്നിൻ്റെ ഉള്ളിൽ ചെന്നു, ദെന്നിൻ്റെ ഉള്ളിൽ ചെന്നില്ല, ജസ്റ്റ് അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യാണ്. ഫസ്റ്റ് പ്രോമിസ് സെക്കൻഡ് പ്രോമിസ് എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം കൺസോളായി. കൺസോൾ ആവുന്ന സമയത്ത് ഇതെങ്ങനെ ഡാറ്റ വരുന്നത് കണ്ട് നമുക്ക് മനസ്സിലാവും. 2 അറേ ഉണ്ട്, 2 അറയിലായിട്ടാണ്. ഫസ്റ്റ് അറയിൽ ഫസ്റ്റ് പ്രോമിസിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണോ റിട്ടേൺ ചെയ്യുന്നത്, റിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്താണോ കിട്ടുന്നത് അത് അതിൻ്റെ ഉള്ളിൽ വരും. രണ്ടാമത്തെ അറേ എലമെൻ്റ് ഉള്ളിൽ രണ്ടാമത്തെ പ്രോമിസ് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് ആ വാല്യൂസ് കിട്ടും. ഇങ്ങനെ അറേ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ പ്രോമിസ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ പ്രോമിസസ് കൊടുക്കുന്ന സമയത്ത് ആൻസേഴ്സ് അങ്ങനെയാണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് റിസോൾവ് ആക്കി വെക്കാം. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഐ മീൻ റിജക്റ്റ് ആക്കി വെക്കാം. ഫസ്റ്റ് വർക്ക് ചെയ്തു, സെക്കൻഡ് റിജക്റ്റായി. അപ്പോൾ നേരെ എന്ത് ചെയ്യുകയാണ്, ക്യാച്ചിലേക്ക് പോവുകയാണ്. ക്യാച്ചിൽ ഫെയിൽഡായി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രോമിസ് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ചില സമയം നമുക്ക് അതായത് ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് 3 or 4 ഫങ്ഷനാലിറ്റീസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു ഫങ്ഷനാലിറ്റീസ് എന്ത് ചെയ്യാം, സക്സസ് ആയിക്കില്ലെങ്കിൽ അതിലെന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ അത് എന്താ പറയുക, എല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഇത് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് കാണിക്കാവൂ. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് പ്രോമിസ് ഓൾ യൂസ് ചെയ്യാം. ഇനി അടുത്താണ് ES8 വന്നൊരു ചേഞ്ചാണ് അസിങ്ക് അവൈറ്റ്. ആക്ച്വലി ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടെ എന്ത് ചെയ്യാണ്, നമുക്ക് റീഡബിൾ ആയിട്ട് കോഡ് വായിക്കാൻ വേണ്ടിയിട്ടാണ്, കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിങ്ക്രണസ് വേയിൽ നമുക്ക് എന്ത് ചെയ്യണം, അസിങ്ക്രണസ് പ്രോഗ്രാമിങ് എഴുതാൻ പറ്റും ഈ അസിങ്ക് അവൈറ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് അസിങ്ക് അവൈറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയ പ്രോഗ്രാം എഴുതി നോക്കാം. അപ്പോൾ അസിങ്ക് അവൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കോൾ ബാക്ക് ഹെല്ലൊക്കെ വരുന്ന സമയത്ത് കുറേ ഡിഫിക്കൽട്ടാവും സംഭവം. കുറച്ചും കൂടെ ഇത് എന്താ പറയുക, വായിച്ച് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കോൾ ബാക്ക് ഹെല്ലൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, പ്രോമിസ് വന്ന സമയത്ത് അത് നമുക്ക് അതിൻ്റെ അകത്തും ഇങ്ങനെ ചെയിനിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യുന്നത്. എന്താണ് അസിങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഫംഗ്ഷൻ്റെ മുമ്പിലാണ് അസിങ്ക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുക. അതായത് നമുക്കൊരു അസിങ്ക്രണസ് ആയിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസിങ്ക്രണസ് പ്രോഗ്രാം. അപ്പോൾ അസിങ്ക്രണസ് ആയ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ അസിങ്ക്രണസ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ
നമുക്ക് അവൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അവൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു API കോൾ ചെയ്യുകയാണ്. അപ്പോൾ API കോൾ ചെയ്യുന്ന സമയത്ത് API കോൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പ്രോമിസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അതിന് പകരം അസിങ്ക് അവൈറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കി നോക്കുക. അപ്പോൾ ആദ്യം തന്നെ അസിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഫങ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊതുവെ അസിങ്ക് പ്രോമിസ് നമ്മൾ കണ്ടു. പ്രോമിസ് നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ക്യാച്ച് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ക്യാച്ച് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള എറേഴ്സ് ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഈ അസിങ്ക് ഫംഗ്ഷൻ ആകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എറർ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ട്രൈ ക്യാച്ച് യൂസ് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം ഒരു ലെറ്റർ റെസ്പോൺസ് ഈക്വൽ ടു await ഓക്കെ. ഇവിടെ ഒരു ഞാൻ പ്രോമിസ് ഡിഫൈൻ ചെയ്യാണ്. പ്രോമിസിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ്, റിസോൾവ് ഉണ്ട്, റിജക്റ്റും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജസ്റ്റ് ഒരു സെറ്റ് ടൈം ഔട്ട് കൊടുക്കാം. അതിനുശേഷം 1000 മില്ലി സെക്കൻഡിൻ്റെ അത് കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ വാല്യൂ ഒരു 200 എന്ന് പറഞ്ഞു റിട്ടേൺ ചെയ്തു. അത് എന്ത് ചെയ്യും, റെസ്പോൺസിലേക്ക് സ്റ്റോർ ആവും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോമിസ് വിളിച്ച് ദെന്ന് വെച്ച് മാനേജ് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടെ സിങ്ക്രണസ് വേയിൽ, അതായത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, ഇവിടെ പ്രോമിസിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് നേരെ റെസ്പോൺസിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, സോറി, റിട്ടേൺ അല്ല, റിസോൾവ് ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിനെ അടുത്ത ലൈനിൽ കൺസോൾ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഇത് തീർന്നതിന് ശേഷം മാത്രമേ, ഈ പ്രോമിസ് കംപ്ലീറ്റ് ആയി അത് റിസോൾവ് ആയതിന് ശേഷം മാത്രമേ അടുത്ത ലൈനിലേക്ക് പോകും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ സക്സസ്. റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. സക്സസ് ഫോൾസ്. ഇവിടെ സക്സസ് ട്രൂ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫംഗ്ഷനെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വിളിക്കുകയാണ് അസിങ്ക് ഫംഗ്ഷൻ ഡോട്ട് ദെൻ. അതിൻ്റെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്ത് വെക്കുകയാണ്. ഇഫ് ഡാറ്റ ഡോട്ട് സ്മോൾ ലെറ്റർ കൊടുക്കുകയാണ്, സക്സസ് ഈക്വൽ ടു ട്രൂ ആണോ നോക്കാം. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫെയിൽ ടു കംപ്ലീറ്റ്. അഥവാ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്യാച്ച് ചെയ്യണം.
ഇങ്ങനെയാണ് നമ്മൾ സംഭവം മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ വിളിക്കുകയാണ് ആസിംഗ് ഫംഗ്ഷൻ ഇസ് then it's not a function. Okay, sorry, I just missed this one. നമ്മൾ ആദ്യം തന്നെ പ്രോമിസിലേക്ക് പോവാണ്. റിസോൾവ് പോയി, അതിനുശേഷം കൺസോൾ ചെയ്തു, റിട്ടേൺ സക്സസ് അടിച്ചു. നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കിയാണ് സക്സസ് ഈക്വൽ ടു ട്രൂ ആണോ, സക്സസ് ഈക്വൽ ടു ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്തു, കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, മെസ്സേജ് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അവൈറ്റ്, അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു അവൈറ്റ് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ഉള്ളിൽ ഒരു അവൈറ്റ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അസിങ്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, അവൈറ്റ് യൂസ് ചെയ്യാൻ പറ്റൂ. അവൈറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സിങ്ക്രണസ് വേയിൽ അസിങ്ക്രണസ് പ്രോഗ്രാം എഴുതാൻ വേണ്ടി. നമുക്കറിയാം സിങ്ക്രണസ് വേയിൽ എങ്ങനെ പ്രോഗ്രാം എഴുതുക, നമ്മളാദ്യം ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യും, വേരിയബിളിൻ്റെ ഉള്ളിലൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, എന്നിട്ട് അടുത്ത ലൈനിൽ അടുത്ത ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, അടുത്ത ലൈനിൽ അടുത്ത ഇൻസ്ട്രക്ഷൻസ്. അങ്ങനെയാണ് എന്താ പറയുക, സിങ്ക്രണസ് പ്രോഗ്രാം എഴുതുക. ആ ഒരു രീതിയിൽ അസിങ്ക്രണസ് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ അസിങ്ക് അവൈറ്റ് കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇത് ES8 വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അസിങ്ക്രണസ് പ്രോഗ്രാം ജാവാസ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അസിങ്ക്രണസ് പ്രോഗ്രാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് അസിങ്ക്രണസ് പ്രോഗ്രാം മെയിനായിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി കോൾ ബാക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്യും, പിന്നെ പ്രോമിസ് യൂസ് ചെയ്യും, അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളും ഇതേപോലെ തന്നെ പ്രോഗ്രാമൊക്കെ ചെയ്തു നോക്കുക. അസിങ്ക് അവൈറ്റ് വെച്ചിട്ട്, പ്രോമിസ് വെച്ചിട്ട്, അതേപോലെ തന്നെ കോൾ ബാക്ക് ഒക്കെ വെച്ചിട്ട് ഓരോ പ്രോഗ്രാംസ് ചെയ്തു നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.